ഓൾ, അസ്സലാമു അലൈക്കും. ഹസീന ഉബൈദ് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല, സോഫ്റ്റ് ഇല്ല എന്നൊന്നും പറയണ്ട. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എന്താ, നമ്മൾ ചപ്പാത്തി കമ്പനിയിൽ നിന്നൊക്കെ വാങ്ങൂലേ, അതിനേക്കാളും നല്ല നൈസായിട്ട് നല്ല പൊങ്ങി വരുന്ന അടിപൊളി ചപ്പാത്തിയാണ് ഇത്. രാവിലെ ഉണ്ടാക്കിയിട്ടും രാത്രിക്കും പിറ്റേ ദിവസത്തെ രാവിലേക്കും ഒന്നും ഒരു കേടും വരാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കണ്ടിട്ട് വരാം. അതിൻ്റെ മുന്നേ എനിക്ക് നമ്മളെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഈ അടിപൊളി നല്ല സോഫ്റ്റ് നൈസ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കണ്ടിട്ട് വരാം. അതിനിതാ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ 2 ഗ്ലാസ് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതാ ഞാൻ ഒരു ബൗളെടുക്കുക. ഒരു ബൗളെടുത്തിട്ട് 2 സ്പൂണ് ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 1/2 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ആട്ടപ്പൊടി ഉണ്ടല്ലോ, ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇതാ 2 ഗ്ലാസ് പൊടിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ വേണം. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നല്ല കട്ടില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടൊന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ ഇങ്ങനെ നമ്മൾ ഒരു ടീസ്പൂണൊക്കെ വെച്ച് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഞാൻ നമ്മളെ ചപ്പാത്തി മാവ് 2 സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആദ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ 1/2 സ്പൂൺ ഉപ്പ് എന്ന്. ഇപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് ഉപ്പിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾക്കിതാ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ കുറുക്കി എടുക്കണേ, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഗോതമ്പ് മാവൊക്കെ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്നിങ്ങനെ ഒരു തിളയൊക്കെ വരും, ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച 2 ഗ്ലാസ് പൊടി ഉണ്ടല്ലോ, മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ 2 ഗ്ലാസ് ഗോതമ്പ് മാവ്, ആ ഗോതമ്പ് മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യണേ, ഫ്ലെയിം ഓഫ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ചൂടോട് കൂടി തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. പിന്നെ നമ്മൾക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിത് ഇതുപോലെ നല്ലപോലെ അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിത് കുറച്ചൊരു ചൂടോട് കൂടി തന്നെ നമ്മളെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന കല്ലുണ്ടല്ലോ ചെറിയത്, അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ നല്ല കൈകൊണ്ട് കുഴച്ചിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മളെ ഗോതമ്പ് മാവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നല്ല മഴയാണ് കേട്ടോ, എല്ലായിടത്തും മഴ ഉണ്ടോ? ഈ 2 ദിവസം കുറച്ച് ദിവസം മഴ ഒരു കുറവുണ്ടായിരുന്നു, ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്നൊക്കെ നല്ല മഴയാണ് കേട്ടോ. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിതിങ്ങനെ കുഴക്കുമ്പോൾ എൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് പിന്നെ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ചെറിയൊരു അമ്മിക്കല്ലുണ്ടല്ലോ, ആ ഒരു ചെറിയൊരു അതെ ഈ ഒരു സംഭവം ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ കുത്തി കൊടുത്തു. അപ്പോൾ ഞാൻ പത്തിരിയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. പത്തിരിയൊക്കെ ചൂടോട് കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ചപ്പാത്തിക്കും അങ്ങനെ തന്നെ ചെയ്ത്. അപ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ നമുക്ക് കുഴച്ചെടുക്കേണ്ട അതൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി ചെറിയ ഉരുളകളാക്കി അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ലൂസല്ല, നല്ലൊരു പാകം തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് തോന്നുന്നത് ലൂസാണോ എന്നൊക്കെ അല്ല കേട്ടോ.
പിന്നെ ഇപ്പം ഇങ്ങനെ കയ്യിലൊരു കുറച്ചൊരു വെളിച്ചെണ്ണ തേച്ചിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കൊന്നുമില്ല. 2 ഗ്ലാസ് പൊടി കൊണ്ട് നമ്മൾക്കിവിടെ 14 ചപ്പാത്തിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിതാ ഓരോ ഉരുളകളും അങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് ഗോതമ്പ് മാവ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുന്നത്. കുറച്ച് തോനെ മാവ് ഇട്ടിട്ട് നമ്മൾക്കിത് പരത്തിയെടുക്കാം. എൻ്റെ അടുത്ത് ചപ്പാത്തി കോലുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ പരത്താൻ അത്ര ഒരു ഇതില്ല. ഈ ഒരു കോയിൽ ഇത് നമ്മൾ ഈ എന്താ പറയുക PVC പൈപ്പ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. ചപ്പാത്തി കോയിലോണ്ടാകുമ്പോൾ ഇത്ര ഒരു സ്പീഡിൽ എനിക്ക് പരത്താനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷേപ്പ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയൊരു വട്ടത്തിലുള്ള എന്തിൻ്റെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിന്നെ നല്ല ഷേപ്പായി കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ചപ്പാത്തി ഇതാ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് എളുപ്പമാണ് കേട്ടോ, വളരെ പെട്ടെന്ന് കഴിച്ച് നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ അത് അറിയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് അറിയില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ ഇതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് കേട്ടോ, 5 സെക്കൻഡ് ഇട്ടിട്ട് ഒന്ന് പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഒറ്റ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നുണ്ട്, ഒറ്റ പൊള്ളനായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഓരോ ചപ്പാത്തികളും ഞാനിങ്ങനെ ഓരോന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും. പിന്നെ പരത്തിയെടുക്കാനുള്ള കുറച്ചൊരു ഇതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ തടവി കൊടുക്കട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ ആക്കി കൊടുത്തിട്ടാണ് ഓരോന്നും ചുട്ടെടുക്കുന്നത്. ഈ ഒന്നിൽ മാത്രം ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതിലൊന്നും ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ തടവി കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാതും ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു വീഡിയോ. പിന്നെ നമ്മളെ മുന്നത്തെ വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ടാണ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾക്ക് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മളെ ടോപ്പ് കമൻറ്റർ നമ്മളെ യാക്കൂബ് ബ്രോ ആണ്. പിന്നെ രണ്ടാമത്തെ കമൻറ്റർ നമ്മളെ നബിലു ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സോഫ്റ്റ് ചപ്പാത്തീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.